അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു സാൻഡ്വിച്ചാണ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ സാൻഡ്വിച്ച്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു 200 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് അധികം കട്ടിയില്ലാതെ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ അളവ് കുറച്ചൊന്ന് കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നമ്മളൊരു ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് ചൂടാവാനായിട്ട് വെച്ച ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പാന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം കട്ടിയില്ലാത്ത ബോൺലെസ് പീസ് ആയതുകൊണ്ട് ഒരു 6-7 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ നന്നായിട്ട് കുക്കായി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി തുടങ്ങും. നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ ഹാർഡായി പോകണ്ട കേട്ടോ. നല്ലപോലെ ഒന്ന് കുക്കായി പുറക്കൊന്ന് മുരിഞ്ഞു വന്ന് തുടങ്ങിയാൽ മതി. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി പുറക്കൊന്ന് ചെറുതായിട്ട് മുരിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാനിൽ മാറ്റി വെക്കാം. അപ്പോൾ ചിക്കനെല്ലാം ഞാൻ ഓയിലിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിന് വേണ്ട ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓയിലിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് അങ്ങ് മുരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇഞ്ചിൻ്റെ വെളുത്തുള്ളിയിലേക്ക് ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സവാളയെ അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സവാളയുടെ ആ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇപ്പോൾ സവാളയും വഴന്നു വന്നിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഈ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടാണ് ചേർക്കുന്നത്. 2 ചെറിയ തക്കാളിയാണ് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഞാൻ കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചിക്കൻ കട്ട് ചെയ്തിട്ടുള്ള അതേപോലെ അധികം കട്ടിയില്ലാതെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ക്യാപ്സിക്കും ചിക്കനൊക്കെ മസാലയിൽ നന്നായിട്ട് മിക്സായി നമ്മുടെ ഈ മസാലയുടെ ടേസ്റ്റൊക്കെ ക്യാപ്സിക്കത്തിലേക്കും ചിക്കനിലേക്കും നന്നായിട്ടൊന്ന് പിടിച്ചോട്ടെ. അപ്പോൾ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പോ എരിവോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടി ഇതുപോലെ എന്തെങ്കിലും ഒരു ബ്രെഡ് വേണം. ചപ്പാത്തിയോ കുബൂസോ എന്തായാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു 6 ടോട്ടില ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ബ്രെഡാണ് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതെന്ന് വെച്ചാൽ അതെടുക്കാം. ചപ്പാത്തിയോ കുബൂസോ ഏതായാലും മതി കേട്ടോ. ഇനി ഇതൊന്നും ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൽ കുറച്ച് മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മസാല നടുക്കായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. കുറച്ച് സൈഡൊക്കെ ഒഴിവാക്കിയിട്ട് നടുക്കായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ മസാല നടുക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം.
ആദ്യം രണ്ട് സൈഡും മസാല ഉള്ളിലാക്കിയിട്ട് ഇതുപോലൊന്ന് മടക്കി വെച്ച് കൊടുക്കാം. മയണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ട് അങ്ങ് ഒട്ടിയിരുന്നോളൂ. ഇനി ഇതുപോലൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മയണൈസ് ഉള്ളതുകൊണ്ട് നമുക്കിത് ഒട്ടിക്കാനും മൈദപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ, അല്ലാതെ തന്നെ നന്നായിട്ട് ഒട്ടിയിരുന്നോളൂ. അപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എല്ലതും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് ചൂടാവാനായിട്ട് വെച്ച ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണൊക്കെ ഓയിൽ മതി. ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഏതായാലും മതി. ഇനി ഇത് നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചുള്ള ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് പുറം നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. പുറമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.